നമ്മുടെ അടുത്ത എത്തിഷ്ടം സൈഡിരിക്കുന്നു ശിവന്റെ എത്തിസം ഭയങ്കര പ്രശ്നമുള്ള എത്തിസമാണ്. ഞാനിപ്പോ നാട്ടിൽ പോയിട്ടേ ഇങ്ങനെ കുറെ ഇത് പറഞ്ഞാൽ വീട്ടിലേക്ക് അവസാനം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ളവരെ നന്നാക്കാൻ വിശ്വസിച്ചില്ലേ അതാ ഞാൻ പറഞ്ഞേ അവരിനി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്ക് എന്റെ വഴി അവിടെ എന്നെ ഇപ്പൊ പള്ളി പോകാനും ഇതിനൊന്നും ശ്രദ്ധിക്കാം. അത് കുഴപ്പമില്ലടാ. ബിലീവ് ചെയ്യുന്നതും ചെയ്യാത്തതും ഭയങ്കര പ്രശ്നമാണ്. ഒരു ബെറ്റർ വേൾഡിന് ബിലീവ് കളയണം. അതായത് ഇപ്പം ജോലിക്ക് പോകാതിരിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു ബെറ്റർ ലൈഫിന് ജോലിക്ക് പോകുന്നുണ്ട്. ഈ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റൂട്ട് മാത്രമാണ്. എന്റെ വീട്ടിൽ ബിലീവ് എനിക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ട്. അടുത്ത കാര്യം സാമ്പത്തിക സമയനഷ്ടം, തെറ്റായ വിശ്വാസങ്ങൾ, അത് അടുത്ത തലമുറയിലേക്ക് എടുത്തു വയ്ക്കുന്ന അടുത്ത പ്രവണത. എഡ്യൂക്കേഷൻ കാരണം വിശ്വാസം പോകില്ല. അങ്ങനെയാണെങ്കിൽ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ വിശ്വാസം സ്കൂളിൽ പോയിട്ടുള്ള പഠിപ്പില്ല. അപ്പൊ നിനക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, നിനക്ക് പറഞ്ഞു തന്നത് നീ ഫോളോ ചെയ്യും. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നി ഫോളോ ചെയ്യും. എനിക്ക് പറഞ്ഞു തന്നത് തെറ്റല്ലെന്ന് തോന്നുന്നു. തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്റെ പോയിന്റ് ഇതാണ്. വിശ്വസിക്കുന്ന എല്ലാം നിനക്ക് ഇഷ്ടം. പക്ഷെ ശരിയാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് വരും. അടിച്ച് കഴിട്ട് നിങ്ങളോട് പറയത്തില്ല ഞാൻ. പക്ഷെ നീ ഒരു മനുഷ്യനായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് അറിയുമോ? നമ്മളൊരു മനുഷ്യനായിട്ട് ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തണം. നമ്മൾക്ക് വേണ്ടിയെങ്കിൽ എന്നിട്ട് ഫോളോ ചെയ്യണം. ഞാൻ അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുള്ളൂ. അത് ശരിയാണോ തെറ്റാണെന്ന് എന്നെ ബാധിക്കുന്നില്ല. കാരണം എനിക്ക് എന്നെ ബാധിക്കുന്നില്ല. നീ ഇപ്പൊ ദൈവത്തിന് എന്ത് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ കെട്ടിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസിയാവും. അല്ല, ഞാൻ പറഞ്ഞതാ, അത് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. ഇല്ല, നമ്മളോട് കുറേ പിടിച്ചു. തീവ്രവാദികൾ പറയുന്നത് എനിക്ക് പറയാൻ പോയിട്ടില്ല. സീരിയസ്ലി
അവൻ പറഞ്ഞതല്ല നീ മറുപടി. അവൻ നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതല്ല, അവൻ പറഞ്ഞ ഒറ്റ പോലെ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ വിശ്വസിക്കാത്തതും അവൻ ആരോടും ദൈവവിശ്വാസത്തെ കുറിച്ച് പറയാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന ട്രൈബ്സ് അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് പെർഫെക്റ്റ്ലി ഹാപ്പി ആയിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് അവർക്കുള്ളിലല്ല ചിന്ത വന്നത്, പുറത്തു നിന്നിട്ടാണ് അവരെ ബെറ്റർ ആക്കാനുള്ള ചിന്ത വരുന്നത്. ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ എല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് ഈ പറയുന്ന എല്ലാവരും കാലങ്ങളായിട്ട് അടിമത്തത്തിൽ ജീവിക്കുന്ന എല്ലാവരും റിലീജിയൻ അടിമത്തം തന്നെയാണ്. അവരെ എല്ലാം അതിൽ പെർഫെക്റ്റ്ലി ഹാപ്പിയാണ്. വെള്ളം അടിക്കുന്നവരും അതിൽ പെർഫെക്റ്റ്ലി ഹാപ്പിയാണ്. കഞ്ചാവ് ഒലിക്കുന്നവർ അതിൽ പെർഫെക്റ്റ്ലി ഹാപ്പിയാണ്. ഇറ്റ് ഡസന്റ് മീൻ ദേ ആർ റൈറ്റ്. രണ്ട് ചോദിച്ചിട്ട് നമുക്ക് വെള്ളം ഒടിക്കുന്ന ഒരാളുടെ നീ വെള്ളം ഒടിക്കാൻ ശരിയല്ല എന്ന് പറയാം. അല്ലെങ്കിൽ നീ കാണിക്കുന്ന എന്താ വെച്ചാൽ നീ പാടി കാണിച്ചിട്ട് പോവാം. അതിൽ നീ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവിടെ തീരുകയാണ്. ഇല്ല, ഞാൻ നേരെ തിരിച്ച് വെള്ളം അടിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നു, പക്ഷെ ഞാൻ വെള്ളം അടിക്കുന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്. അല്ല, എനിക്കത് താല്പര്യമില്ലെന്നുള്ളത് തെറ്റാന്ന് ഞാൻ പറയുന്നത്. ഞാൻ ശരിയാക്കാൻ നോക്കൂല. വെള്ളം അടിക്കുന്ന ഞാൻ എക്സാമ്പിൾ വെള്ളമടിക്കുന്ന കേസ് എതിർപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കൂടി റേപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഇത് രണ്ട് ശരി തെറ്റിന്റെ ചെയ്യാൻ പറ്റുന്ന കാര്യം, പക്ഷെ ഞാനത് ഫോളോ ചെയ്യുന്നില്ല. ഇത് ഈ എല്ലാവർക്കും അക്സെപ്റ്റ് ലെവൽ അല്ല ശരി, അതാണ് പ്രശ്നം. അത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അത് ഒഴിവാക്കണം. ഞാൻ ഈ തീവ്രവാദികളെ കൊല്ലുന്നത് അവരുടെ അക്സെപ്റ്റ് ലെവൽ അവിടെ വരെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്യണത്. അവര് ശരിയെന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അതെ, സമ്മതിക്കുന്നില്ല. നിന്റെ ശരി എന്റെ ശരി എന്ന് പറഞ്ഞാൽ ശരിയില്ല. ശരി ശരിക്ക് ശരിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിനക്കത് ശരി എനിക്കത് ശരി എന്നല്ല. പൊതുവായ ശരി ശരി സബ്ജക്റ്റീവാണ്. അതാണ് ഇപ്പൊ ഞാൻ ശരി സബ്ജക്റ്റീവാണ്. പക്ഷെ ഞാൻ നിന്നെ നിനക്കറിയാം വെള്ളടിക്കുന്നത് കൊണ്ട് ഇല്ല എന്റെ ആരോഗ്യപരമായി ശരി എന്താണെന്ന് അറിയാം. വെള്ളടിക്കുന്നത് ശരിയല്ല. ചെറിയവരാണെങ്കിലും ഇതൊരു ഇപ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും അതിന്റെ സൈക്കോളജിക്കൽ ടൈം കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാണ്. ഞാൻ റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വരുന്ന ഈ ഒരു ഇൻടോളറൻസ് ഇല്ലേ, സഹിക്കാൻ പറ്റില്ല. നോൺസെൻസ്. $1,000 നീ ഇൻടോളറന്റ് ആണ് ഇപ്പോ ഈ നിമിഷം. ചേട്ടാ, രണ്ടുപേരും അവരവരെ വിശ്വസിക്കുന്ന കാര്യത്തിൽ പിടിച്ചു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. രണ്ടുപേര് ഈ വിശ്വാസം തെറ്റാണെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കും, നീ തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ഞാനെന്താ എനിക്ക് സാധനം ഇല്ല, എനിക്ക് വിശ്വാസമില്ല. ബെറ്ററായിട്ട് പറഞ്ഞില്ല. നീ വെള്ളം അടിക്കുന്ന വെച്ചു. ഫോർ എക്സാമ്പിൾ, വെള്ളം അടിക്കുന്നത് പൊടിയാണ്, മദ്യപാനം ശീലമാണ്. വെള്ളം അടിക്കാത്തത് മദ്യപാന ശീലമാണെന്ന് ആരെങ്കിലും പറയും. സെയിം വിശ്വസിക്കുന്നതാണ് വിശ്വാസി, അവിശ്വസിക്കുന്നതാണ് വിശ്വാസിയാണ്. അതിനകത്ത് വിശ്വാസം ഇത് ഞാനിപ്പോ വെറുതെ ഞാൻ കുറെ കാലത്തേക്ക് സബ്ജക്റ്റിന് ഞാൻ ഞാൻ ഈ സബ്ജക്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്ന ആളത്തൊന്നും അറിയാമോ? എന്റെ പഴയ റൂംമേറ്റ് രക്ഷയില്ല. ഞാൻ അത് തെറിയേക്കാവും. അപ്പൊ ഇവൻ സമ്മതിക്കില്ല. അതായത് നമ്മൾ പറഞ്ഞ വാലിഡ് പോയിന്റ് ഒരിക്കലും സമ്മതിക്കില്ല. അവൻ അവന്റെ വിശ്വാസത്തിൽ അവൻ ഓക്കെ ആണെങ്കിൽ അവനെ വിടുക. അവൻ ഹാപ്പിയാണ്. വിശ്വാസം വേറെ തീവ്രവാദികളാണോ? അവന്റെ ദൈവമൊക്കെ ഞാൻ പറയട്ടെ, അമ്പലത്തിൽ പോകാറില്ല.
പക്ഷെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നല്ല ചെയ്യുമ്പോൾ അവനൊന്നും വിശ്വസിക്കും. അത്ര വിശ്വാസമുള്ള ഒരാളാണ്. അതുണ്ടല്ലോ, അത് ഭയങ്കര അത് ഈ യോഗയൊക്കെ ചെയ്യുന്ന ഇതാണ്. അവന് മനസ്സിലാക്കി അത്ര ഉള്ളു. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ തീരുമാനം കിട്ടുമല്ലേ? യോഗ എക്സസൈസ് എന്നുള്ള രീതിക്കല്ലാതെ അതിന്റെ മുകളിലോട്ട് യാതൊരു പ്രത്യേകത യോഗ കൊണ്ട് അസുഖം മാറ്റാൻ പറ്റുമോ? നീ കാർഡിൽ ചെയ്യുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് യോഗയ്ക്ക് നമുക്കൊന്നും വരാൻ പറ്റില്ല. ഒരു കാര്യം ഒഴിച്ച് അത് മെഡിറ്റേഷൻ ഡിഫറെന്റ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യോഗ ചെയ്യുന്നത്. പക്ഷെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നിന്റെ മെന്റലി പവർ അതല്ല. യോഗ തെറ്റാണ്. യോഗ ഡിഫറെന്റ് മെഡിറ്റേഷൻ. യോഗ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് യോഗാചര്യങ്ങൾ അൺസയന്റിഫിക് ആണ്. അതായത് നിനക്ക് ഗുണപ്പെട്ടാലേറെ ദോഷം ചെയ്യും. നിന്റെ ബാക്കിന് സ്ട്രെസ് വരുന്ന യോഗകളുണ്ട്. യോഗ വന്നു കഴിഞ്ഞാൽ അതായത് യോഗ ചെയ്ത് സിക്കായവരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ യോഗയാണോ? പക്ഷെ എക്സസൈസ് നോർമലി ചെയ്യാത്തവർക്ക് ചെയ്യും. ഈ വിശ്വാസത്തിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. ഹോമിയോപ്പതി ശരിയാണ്. ഹോമിയോപ്പതി തെറ്റാണ്. ഹോമിയോപ്പതി അത് വിശ്വാസമാണ്. ഹോമിയോ തെറ്റാണ്. ഈ വിക്കിപീഡിയയുടെ ഫസ്റ്റ് വാചകം എടുത്ത് വെച്ചാൽ ജൈവ കൃഷി ഒപ്പീനിയൻ എന്താണ്? നോൺസെൻസ് ആണ്. വിശ്വാസം ഇതെല്ലാത്തിന്റെ സൈക്കോളജി ഒന്നാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന് ചികിത്സ വരുന്നത്. അശാസ്ത്രീയ ചികിത്സകൾ ചെക്കോ വടക്കാഞ്ചി അല്ലെങ്കിൽ വേറെ കാരണം ഉണ്ടല്ലോ നമ്മുടെ ബോബിന്റെ ഫേവറേറ്റ് കൃഷി മോഹനം പക്ഷെ അത് തിരിച്ചറിയണമെന്നില്ല. അതിന്റെ കാര്യങ്ങൾ കളയണം. തുള്ളി മരുന്നുണ്ട്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കലക്കി അതൊരു കടലിൽ കൊണ്ട് കലക്കി ഏതിനാ വീര്യം കൂടുതൽ അല്ലേ? ഹോമിയോപ്പതിയിലെങ്ങനെ എത്രത്തോളം അതല്ലടാ പാചകം